ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് കുറേ ആൾ എന്നോട് പറഞ്ഞു, നിൻ്റെ വേറെ കുറച്ച് മേലെയാണ്, നിങ്ങൾക്ക് ബേബി ഗേൾ ആയിരിക്കും. അതേപോലെ ഗേളായിരിക്കുന്നല്ല, അധികം നമുക്ക് വന്നത് ബേബി ബോയ് ആയിരിക്കും എന്നാണ്. നീ നല്ല ഡള്ളായിട്ടുണ്ട്, ബേബി ബോയ് ആയിരിക്കും. എല്ലാ അധികം ആളും പറഞ്ഞ ബേബി ബോയ് ആയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ ആൾക്കാർ ഈ ഒരു കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ബേബി ബോയ്, ഇങ്ങനെയാണ് ബേബി ഗേൾ എന്നുള്ളത്. ഓൾഡ് വൈഫ് ടേൽസ് എബൌട്ട് ബേബി ജെൻഡർ പ്രഡിക്ഷൻ, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇത് എത്രത്തോളം എൻ്റെ ബേബീൻ്റെ ഇതിൽ മാച്ച് ചെയ്തിരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഫസ്റ്റ് എത്തത് ഞാൻ കുറച്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എത്തത് ബേബി ബം ഷേപ്പ്. ബേബി ബം ഷേപ്പിൽ പോയിൻറ്റഡ് ബെല്ലി ആണെങ്കിൽ ബേബി ബോയും, റൗണ്ടഡ് ബെല്ലി ആണെങ്കിൽ ബേബി ഗേളും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് റൗണ്ടഡ് ബെല്ലി ആയിരുന്നു, അതുപോലെ ബേബി ഗേളാണ് ഉണ്ടായത്. നെക്സ്റ്റ് സ്കിൻ ആൻഡ് ബ്യൂട്ടി, അതായത് നല്ല ഫെയർ ആയിട്ട് ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ ബേബി ബോയ് എന്ന് പറയും. പിന്നെ ഡള്ളായിട്ട് ഡാർക്ക് സ്പോട്ടും ആക്നി എല്ലാം വന്നിട്ടുള്ള ഫേസ് ആണെങ്കിൽ ബേബി ഗേൾ എന്ന് പറയും. കാരണം നമുക്ക് ബേബി ഗേൾ ആണെങ്കിൽ നമ്മളെ ബ്യൂട്ടി എല്ലാം ബേബി ഗേൾ വലിച്ചെടുക്കുന്നതൊക്കെയാണ് പറയുന്നത്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ ഫെയർ ആയിട്ടുള്ളത് ബേബി ബോയും ഡള്ളായിട്ടുള്ളത് ബേബി ഗേളും. നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചു പറയുന്നത്, കാസർഗോഡ് നേരെ തിരിച്ചു പറയുന്നത്. അപ്പോൾ എനിക്ക് ബേബി ഗേളാണ് ഉണ്ടായത്. എന്നോട് എല്ലാവരും പറഞ്ഞ ബേബി ബോയ് ആയിരിക്കും. നെക്സ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ. നമുക്കിപ്പോൾ പ്രഗ്നൻസിയിൽ ഏത് സൈഡാണ് കിടക്കാൻ ഏറ്റവും കംഫർട്ട്? ഞങ്ങൾക്ക് റൈറ്റ് സൈഡായിരുന്നു കിടക്കാൻ കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുണ്ടായത്. ലെഫ്റ്റ് സൈഡ് കിടക്കണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്തോ ഒരു വേദന ഉണ്ടായിട്ട് ഞാൻ അധികം ലെഫ്റ്റ് സൈഡാണ് കിടന്നുണ്ടായത്, റൈറ്റ് സൈഡാണ് കിടന്നുണ്ടായത്, സോറി. അപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ബേബി ബോയും, റൈറ്റ് ആണെങ്കിൽ ബേബി ഗേളും. ഇനി നെക്സ്റ്റ് കോൾഡ് ഫീറ്റ് ടെസ്റ്റ്, അതായത് കാലെപ്പോഴും ഭയങ്കര തണുത്തിട്ടാണുള്ളതെങ്കിൽ ബേബി ബോയിന്നും, നോർമലാണെങ്കിൽ ബേബി ഗേളും. എനിക്ക് നോർമലായിരുന്നു, തണുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല, ബേബി ഗേളായിരുന്നു, അതും കറക്റ്റാണ്. പിന്നെ മൂഡ് സ്വിങ്സ്, എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് മൂഡ് സ്വിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ ബേബി ബോയും, നോർമൽ കാമ്പായിട്ടാണെങ്കിൽ ബേബി ഗേളും ആയിരുന്നു. അപ്പോൾ എൻ്റെത് അതും കറക്റ്റ്. പിന്നെ ലീനിയ നൈഗ്ര, അതായത് നമ്മളെ വയറ്റിലൊരു വര ഉണ്ടാവില്ലേ, കറുത്തിട്ടൊരു വര. അപ്പം അത് പൊക്കിളിന് മേലോട്ടാണെങ്കിൽ ബേബി ബോയിനും, പൊക്കിളിന് താഴെ മാത്രമാണെങ്കിൽ ബേബി ഗേളും. എൻ്റെ കാര്യത്തിൽ എനിക്ക് നമ്മളെ പൊക്കിളിന് മേലോട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇത് റോങ് ആണ്, എനിക്ക് ബേബി ഗേളാണ് ഉണ്ടായത്. ഇനി നെക്സ്റ്റ് പാർട്ട്ണർ വെയിറ്റ് ഗെയിൻ, അതായത് നമ്മൾ പ്രഗ്നൻസിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുമല്ലോ, അതേപോലെ നമ്മളെ പാർട്ട്ണറും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബേബി ഗേളാണ്, ഇല്ലെങ്കിൽ ബേബി ബോയ്. അതും എൻ്റെ കാര്യത്തിൽ കറക്റ്റായിരുന്നു. പിന്നെ ഹെഡ് ഏക്ക് എനിക്ക് വലിയ ഹെഡ് ഏക്ക് ഒന്നും ഉണ്ടായിട്ടാ. അപ്പോൾ ഹെവി ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ ബേബി ബോയിനും, ഹെഡ് ഏക്ക് ഇല്ലെങ്കിൽ ബേബി ഗേളും ആയിരുന്നു, അതും കറക്റ്റാണ്. പിന്നെ ക്യാരിങ് ലോ ഓർ ഹൈ, അതായത് നമ്മളെ വേറെ മേലെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നതെങ്കിൽ ബേബി ഗേള്, താഴെയാണെങ്കിൽ ബേബി ബോയിനും, അതും ശരിയായിരുന്നു എൻ്റെ കാര്യത്തിൽ. പിന്നെ സ്വീറ്റ് ഓർ സ്പൈസി ക്രേവിങ്സ്, നമുക്ക് സ്വീറ്റ്സിനോട് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. ഞാൻ സ്പൈസി ഒന്നും അങ്ങനെ കൂട്ടിയിട്ടേ ഇല്ല. ചിലർക്ക് മാങ്ങയെല്ലാം ഉണ്ടാവില്ല, മാങ്ങ ഉണ്ടായിന് ആദ്യത്തെ 1 മാസം 2 മാസം അങ്ങനെ മാങ്ങ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. പിന്നെ ഫുള്ള് സ്വീറ്റ്സിനോടാണ് ആഗ്രഹം, അതും കറക്റ്റാണ്. പിന്നെ മോർണിംഗ് സിക്നെസ് പറയുമ്പോൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ നല്ല മോർണിംഗ് സിക്നെസ് ഉണ്ടായിന്, ഒരു 4 മാസം വരെ. അപ്പോൾ മോർണിംഗ് സിക്നെസ് ഉണ്ടെങ്കിൽ ബേബി ഗേളും, ഇല്ലെങ്കിൽ ബേബി ബോയ് ആയിരുന്നു. അപ്പോൾ അതും കറക്റ്റായിരുന്നു, നമുക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ബേബി ഹാർട്ട് റേറ്റ്. 140ക്ക് താഴെയാണെങ്കിൽ ബേബി ബോയ് ആണെന്നും 140ക്ക് മേലെയാണെങ്കിൽ ബേബി ഗേൾ ആണെന്നാണ്. എനിക്ക് 140ക്ക് മേലെയായിരുന്നു, അപ്പോൾ അതും കറക്റ്റാണ്. നെക്സ്റ്റ് ചൈനീസ് ജെൻഡർ പ്രഡിക്ഷനിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബേബി ഗേൾ ആയിരുന്നു കിട്ടിയത്, അപ്പോൾ അതും കറക്റ്റ്. ഇതൊന്നും സയൻറ്റിക്കലി ഇതൊന്നും അല്ല, നമ്മൾ ഈ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഇങ്ങനെ വെറുതെ നോക്കുന്നല്ലാണ്ട് ഇതൊരിക്കലും സയൻറ്റിക്കലി പ്രൂവൺ അല്ല. ഡോക്ടേഴ്സൊന്നും ഇതൊന്നും ഇങ്ങനെ പറയൂല, ഇങ്ങനെ നമുക്ക് ജെൻഡർ നോക്കാമെന്നൊന്നും. ഇത് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരിതാണ്. അപ്പോൾ ചിലർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും, ചിലർക്ക് കറക്റ്റ് ആയിരിക്കില്ല. എൻ്റേത് ഏകദേശം കറക്റ്റ് ആയിരുന്നു.
പിന്നെ നമുക്ക് നമ്മളെ പ്രഗ്നൻസി ജേർണി ഇൻട്രസ്റ്റിംഗ് ആവാൻ ഇത് കുറച്ചുകൂടി ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് ഒരു രസം അത്ര തന്നെ. അപ്പോൾ നിങ്ങളെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ എന്തൊക്കെ കറക്റ്റായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.